തന്റെ കണ്ണിനു മുന്നിൽ കണ്ട കാഴ്ച വിശ്വസിക്കാനാവാതെ സമൃദ്ധ നിന്നു. താൻ ഏറെ സ്നേഹിച്ച ഭർത്താവും അയാൾ സഹോദരിയെപ്പോലെ കാണേണ്ട ഏട്ടത്തിയമ്മയും വിവസ്ത്രരായി ഏട്ടത്തിയമ്മയുടെ മുറിയിലെ കട്ടിലിൽ. ശ്വാസം തൊണ്ടയിൽ കുടുങ്ങുന്നതുപോലെ അവൾക്ക് തോന്നി. തറയിൽ തറഞ്ഞുപോയ കാലുകൾ ചലിപ്പിക്കാൻ പോലും ആവാതെ ഉള്ളിലൊരു കടലിരമ്പുന്നത് അവൾ അറിഞ്ഞു. ആ പഴയ തറവാട് വീട് അന്ന് വല്ലാത്തൊരു നിശബ്ദതയിലായിരുന്നു. ഇടവപ്പാതിയുടെ തുടക്കമായതുകൊണ്ട് ആകാശം കാർമേഘങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു. സമൃദ്ധ അമ്പലത്തിൽ പോയി നേരത്തെ തിരിച്ചെത്തിയത് ആരും അറിഞ്ഞിരുന്നില്ല. സാധാരണ 10 മണിക്ക് ശേഷമേ മടങ്ങാറുള്ളൂ. എന്നാൽ ഇന്ന് അമ്പലത്തിൽ വെച്ച് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നിയതുകൊണ്ടാണ് അവൾ വേഗം മടങ്ങിയത്. ഉമ്മറവാതിൽ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഉള്ളിലേക്ക് കടക്കുമ്പോൾ വീടിനകത്ത് അസാധാരണമായ ഒരു നിശബ്ദത ഉണ്ട് എന്ന് അവൾക്ക് തോന്നി. മെല്ലെ നടന്നകത്തേക്ക് കയറിയ സമൃദ്ധിയുടെ കാതുകളിൽ ഏട്ടത്തിയമ്മയുടെ ശ്രീകലയുടെ മുറിയിൽ നിന്നുള്ള മന്ദഹാസവും അടക്കിപ്പിടിച്ച വർത്തമാനങ്ങളും പതിഞ്ഞു. അത് അവരുടെ മുറിയിൽ നിന്ന് തന്നെയെന്ന് അവൾക്ക് തോന്നി. ആ കഥക് പാതി തുറന്നു കിടക്കുകയായിരുന്നു. അവർ ഫോണിലല്ല സംസാരിക്കുന്നത് എന്ന് മനസ്സിലായപ്പോൾ കൗതുകത്തോടെയും അല്പം സംശയത്തോടെയും സമൃദ്ധ അങ്ങോട്ടേക്ക് നോക്കി. അടുത്ത നിമിഷം അവളുടെ ലോകം തന്നെ തകിടം മറിഞ്ഞു. തന്റെ കണ്ണിനു മുന്നിൽ കണ്ട കാഴ്ച വിശ്വസിക്കാനാവാതെ അവൾ തറഞ്ഞു നിന്നു. താൻ പ്രാണനേക്കാൾ ഏറെ സ്നേഹിച്ച ഭർത്താവ് നിതിനും അയാൾ സ്വന്തം സഹോദരിയെപ്പോലെ കാണേണ്ട ഏട്ടത്തി ശ്രീകലയും വിവസ്ത്രരായി കട്ടിലിൽ. ശ്വാസം തൊണ്ടയിൽ കുടുങ്ങുന്നതുപോലെ അവൾക്ക് തോന്നി. തറയിൽ തറഞ്ഞുപോയ കാലുകൾ ചലിപ്പിക്കാൻ പോലും ആവാതെ ഉള്ളിലൊരു കടലിരമ്പുന്നത് അവൾ അറിഞ്ഞു. താൻ കണ്ടത് സത്യമാണോ അതോ വെറും തോന്നലാണോ എന്ന് അവൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. നിതിൻ. അവളുടെ ശബ്ദം പുറത്തേക്ക് വന്നില്ല. അതൊരു ദയനീയമായ തേങ്ങലായി ഉള്ളിലൊതുങ്ങി. കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഈ നിമിഷം വരെ ഈ വീട്ടിൽ നടന്ന ഓരോ കാര്യങ്ങളും സമൃദ്ധയുടെ മനസ്സിലൂടെ നിമിഷനേരങ്ങൾ കൊണ്ട് കടന്നുപോയി. 2 വർഷം മുമ്പാണ് സമൃദ്ധ ഈ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറി വരുന്നത്. നിതിനെ വിവാഹം കഴിക്കുമ്പോൾ അവൾ ഒത്തിരി സ്വപ്നങ്ങൾ നെയ്തിരുന്നു. നിതിന്റെ ജ്യേഷ്ഠൻ മനോജ് ഗൾഫിലാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ സ്ത്രീകളെയും അവരുടെ മകനും പിന്നെ നിതിനും സമൃദ്ധയും മാത്രമായിരുന്നു ആ വീട്ടിൽ സ്ഥിരമായി താമസിക്കേണ്ടത്. നിതിന്റെയും മനോജിന്റെയും അച്ഛനും അമ്മയും അവരുടെ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടിരുന്നു. പിന്നെ വളർത്തിയത് ഒരമ്മൂമ്മയാണ്. അവരും അടുത്ത കാലത്ത് മരണപ്പെട്ടു. നിതിന്റെ കല്യാണത്തിന് മുഴുവൻ മുന്നിൽ നിന്നത് ഏട്ടത്തിയും ഏട്ടനുമായിരുന്നു. തുടക്കത്തിൽ ശ്രീകലയോട് സമൃദ്ധയ്ക്ക് വലിയ ബഹുമാനമായിരുന്നു. നമ്മുടെ കുടുംബത്തെ പിടിച്ചു നിർത്തുന്നത് ഏട്ടത്തിയാണ് എന്നായിരുന്നു നിതിന്റെ പക്ഷം. ഗൾഫിൽ പണിയെടുക്കുന്ന മനോജേട്ടനോടുള്ള വലിയ സഹതാപവും കുടുംബത്തോടുള്ള അളവറ്റ സ്നേഹവും അഭിനയിക്കുന്നതിൽ ശ്രീകല മിടുക്കിയായിരുന്നു. പക്ഷേ കാലക്രമേണ സമൃദ്ധ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങി. താനും നിതിനും സംസാരിച്ചിരിക്കുമ്പോൾ ശ്രീകല ഇടയ്ക്ക് കയറി വരും. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോലും അഭിപ്രായം പറയും. ശ്രീകല ഏട്ടത്തി, നമ്മുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നുണ്ട് നിതിൻ. അതെനിക്കിഷ്ടപ്പെടുന്നില്ല എന്ന് പലതവണ സമൃദ്ധ തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ നിതിൻ അവളെ പുച്ഛിച്ചു തള്ളുകയായിരുന്നു. നിനക്കെന്താ ഏട്ടത്തിയോട് കുശുമ്പാണോ സമൃദ്ധേ? പാവം ശ്രീകല ഏട്ടത്തിക്ക് മനോജേട്ടൻ കൂടെയില്ലാത്തതിൻ്റെ വിഷമമുണ്ട്. ഈ വീട്ടിൽ അവർക്ക് കൂട്ടായിട്ട് നമ്മളല്ലേ ഉള്ളൂ. നീ കുറച്ചുകൂടി മനുഷ്യത്വത്തോടെ ചിന്തിക്കാൻ പഠിക്ക് എന്നായിരുന്നു അവൻ്റെ സ്ഥിരം പല്ലവി. താൻ പറയുന്നത് വെറും സംശയമാണോ എന്ന് പോലും സമൃദ്ധ ചിലപ്പോൾ ചിന്തിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ആ 2 പേരുടെയും അഭിനയത്തിൻ്റെ മുഖം മൂടി അഴിഞ്ഞു വീണിരിക്കുന്നു. സ്നേഹമെന്നും ബഹുമാനമെന്നും അവർ വിശേഷിപ്പിച്ച ആ കൂട്ട് ഇത്രയും തരം താഴ്ന്നെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. മുറിയിലുണ്ടായിരുന്ന ആ രൂപങ്ങൾ പതുക്കെ സമൃദ്ധ അവിടെ നിൽക്കുന്നത് ശ്രദ്ധിച്ചു. നിതിൻ അവളെ കണ്ടതും ആകെ വിയർത്തുപോയി. അവൻ്റെ മുഖത്ത് കുറ്റബോധത്തെക്കാൾ ഏറെ ഒരുതരം നിസ്സംഗതയായിരുന്നു. വെപ്രാളപ്പെട്ട് വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ അവനൊന്നു പരിങ്ങി. എന്നാൽ ശ്രീകലയുടെ ഭാവം മറ്റൊന്നായിരുന്നു. അവൾക്കൊരു കുലുക്കവുമില്ല. ആ കണ്ണുകളിൽ ഒരു വക്രബുദ്ധി തെളിഞ്ഞു നിന്നു. നീ എന്താ ഇവിടെ? നീ അമ്പലത്തിൽ പോയതല്ലേ? നിതിൻ തപ്പിത്തടഞ്ഞുകൊണ്ട് ചോദിച്ചു. ആ ചോദ്യം കേട്ടപ്പോൾ സമൃദ്ധയ്ക്ക് ചിരിക്കണോ കരയണോ എന്ന് മനസ്സിലായില്ല. തൻ്റെ ജീവിതം തകർത്ത ഒരാൾ ചോദിക്കുന്നത് നീ എന്തിനാണ് നേരത്തെ വന്നു എന്നാണ്. അമ്പലത്തിൽ പോയിടത്തുനിന്ന് തിരിച്ചു വന്നത് ഭാഗ്യമായി നിതിൻ. ഇല്ലെങ്കിൽ ഈ നാടകം ഞാൻ കാണില്ലായിരുന്നല്ലോ. അവൾ ഇടറിപ്പോയ ശബ്ദം കഷ്ടപ്പെട്ട് വീണ്ടെടുത്ത് പറഞ്ഞു. ശ്രീകല പുതപ്പ് ശരീരത്തിൽ ചുറ്റി എഴുന്നേറ്റു. അവൾക്ക് നാണമോ സങ്കടമോ ഒന്നും തോന്നിയില്ല. പകരം സമൃദ്ധയുടെ അടുത്തേക്ക് വന്നു ഒരു ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞു, നീ ഇതാരോടെങ്കിലും പറഞ്ഞാൽ നഷ്ടപ്പെടുന്നത് നിന്റെ ജീവിതമായിരിക്കും. ഈ നിൽക്കുന്ന നിന്റെ സ്വന്തം ഭർത്താവ് പോലും നിന്റെ കൂടെ നിൽക്കില്ല. അതിബുദ്ധി കാണിച്ച് മനോജേട്ടനോട് എന്തെങ്കിലും പറയാമെന്ന് മനസ്സിൽ കരുതിയിട്ടുണ്ടെങ്കിൽ അത് വെറുതെയാണ്. ഇനി നീ ഇത് ഒരു വീഡിയോ ആയി അയച്ചു കൊടുത്താലും അയാൾ വിശ്വസിക്കാൻ പോകുന്നത് എന്നെയാണ്. കാരണം ഈ കുടുംബത്തിലെ ലക്ഷ്മിയാണ് ഞാനെന്നാണ് അയാളുടെ വിചാരം. അഹങ്കാരത്തോടെ ശ്രീകല പറഞ്ഞു. എന്നാൽ അതിന് സമൃദ്ധ മറുപടി പറഞ്ഞില്ല. വാക്കുകൾക്ക് അവിടെ പ്രസക്തിയില്ലെന്ന് അവൾക്ക് തോന്നി. അവളുടെ ഉള്ളിലെ സങ്കടം പതുക്കെ പകയുടെ കനലായി മാറി. അവളുടെ നിസ്സഹായാവസ്ഥ ദേഷ്യത്തിന് വഴിമാറി. നിശബ്ദയായി അവൾ തൻ്റെ മുറിയിലേക്ക് നടന്നു. പിന്നാലെ നിതിൻ വന്നു.
സമൃദ്ധേ, നീ വിചാരിക്കുന്നത് പോലെയല്ല. അതൊരു അബദ്ധം പറ്റിയതാണ്. സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയി. നീ ഇത് പുറത്ത് പറയരുത്. നമ്മുടെ കുടുംബത്തിൻ്റെ അന്തസ്സ് പോകും. നിതിൻ പറഞ്ഞത് കേട്ട് അവൾ അവനെ ഒന്ന് നോക്കി. വെറും പുച്ഛം മാത്രമായിരുന്നു ആ നോട്ടത്തിൽ. അന്തസ്സോ? സ്വന്തം ഏട്ടത്തിയമ്മയുടെ കൂടെ കിടന്ന് സുഖിക്കുമ്പോൾ പോകാത്ത അന്തസ്സ് ഞാൻ പറയുമ്പോൾ പോകുമോ എന്ന് ചോദിക്കണമെന്ന് അവൾക്കുണ്ടായിരുന്നു. പക്ഷെ അവൾ മൗനം പാലിച്ചു. നിതിൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവിടെ നിന്നിറങ്ങി. തലയിണയിൽ മുഖം അമർത്തി അവൾ ഒരുപാട് കരഞ്ഞു. പക്ഷെ ആ കണ്ണുനീർ അവളെ തളർത്തുകയല്ല, മറിച്ച് ശക്തയാക്കുകയാണ് ചെയ്തത്. അപ്പോഴും അടുത്ത മുറിയിൽ നിന്ന് ശ്രീകലയുടെയും നിതിൻ്റെയും അടക്കം പറച്ചിലുകൾ അവൾ കേൾക്കുന്നുണ്ടായിരുന്നു. അവർ അവളെ എങ്ങനെ ഒതുക്കാമെന്ന് പ്ലാൻ ചെയ്യുകയായിരുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ സമൃദ്ധിയുടെ മനസ്സൊരു കല്ലുപോലെ ഉറച്ചിരുന്നു. അമ്പലത്തിൽ നിന്ന് വന്നപ്പോൾ കിട്ടിയ നടുക്കത്തിൽ താൻ അറിയാതെ ഫോണിൽ പകർത്തിയ ദൃശ്യങ്ങൾ അവൾ ഒന്നുകൂടി നോക്കി. തൻ്റെ ജീവിതം തകർത്തവർക്ക് അർഹമായ ശിക്ഷ നൽകണം. അവൾ വേഗം അത് ദുബായിലുള്ള മനോജിന് വാട്സപ്പ് വഴി അയച്ചു കൊടുത്തു. 10 മിനിറ്റിനുള്ളിൽ മനോജിൻ്റെ കോൾ വന്നു. ഫോണെടുത്തപ്പോൾ മറുപുറത്ത് നിന്ന് കേട്ടതൊരു പുരുഷൻ്റെ അലർച്ചയും കരച്ചിലുമാണ്. സമൃദ്ധേ, ഇതെപ്പോഴാണ് ഉണ്ടായത്? അവളെന്നെ ഇത്രയും നാൾ ചതിക്കുകയായിരുന്നോ? ഇടർന്ന ശബ്ദത്തോടെ മനോജ് ചോദിച്ചു. അവളെല്ലാം ശാന്തമായി വിവരിച്ചു കൊടുത്തു. 2 ദിവസത്തിനകം താൻ നാട്ടിലെത്തുമെന്ന് മനോജ് അറിയിച്ചു. അതുവരെ ആ വീട്ടിൽ പിടിച്ചു നിൽക്കാമെന്ന് സമൃദ്ധ തീരുമാനിച്ചു. ഭാഗ്യത്തിന് അതിനുശേഷം നിതിൻ അവളുടെ അരികിലേക്ക് വന്നതേയില്ല. ആ മുഖം കാണാൻ അവൾക്കും ഇഷ്ടമല്ലായിരുന്നു. 2 ദിവസം കഴിഞ്ഞ് മനോജ് നാട്ടിലെത്തി. ഒറ്റയ്ക്കല്ല, ശ്രീകലയുടെ വീട്ടുകാരെയും കൂട്ടി തന്നെയാണ് അയാൾ വന്നത്. ഒടുവിലൊരു വിചാരണ നടന്നു. നിതിനും ശ്രീകലയും ആദ്യം നിഷേധിക്കാൻ നോക്കിയെങ്കിലും സമൃദ്ധ ഓരോ തെളിവുകളും വീഡിയോകളും നിരത്തി. ശ്രീകലയുടെ നന്മമരത്തിൻ്റെ മുഖംമൂടി അപ്പോഴേക്കും തകർന്നു വീണിരുന്നു. അവളുടെ വീട്ടുകാർ പോലും അവളെ നോക്കി കാർക്കിച്ചു തുപ്പി. നാട്ടുകാർക്കും വീട്ടുകാർക്കും മുൻപിൽ തല കുനിച്ചു നിൽക്കേണ്ടി വന്ന നിതിനെ നോക്കി സമൃദ്ധ അവസാനമായി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞില്ലേ എനിക്ക് കുശുമ്പാണെന്ന്. ഈ കുശുമ്പ് കൊണ്ടെങ്കിലും ഒരാളുടെ കണ്ണു തുറപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞല്ലോ. നിങ്ങളുടെ ഈ സ്നേഹം വെറും ചതിയായിരുന്നു എന്ന് എല്ലാവരും അറിഞ്ഞല്ലോ. ശ്രീകലയെ അവളുടെ വീട്ടുകാർ തള്ളി പറഞ്ഞു. മനോജ് എന്ന് തന്നെ വിവാഹമോചനത്തിന് നോട്ടീസ് അയച്ചു. താനും ഈ വീട്ടിൽ ഇനി നിൽക്കില്ല എന്ന് സമൃദ്ധ തീരുമാനിച്ചു. വിവരമറിഞ്ഞ് അവളുടെ അച്ഛനും സഹോദരനും അവിടേക്ക് എത്തിയിരുന്നു. ഇനി നിനക്കിവിടെ നിൽക്കണോ സമൃദ്ധേ? അവളുടെ അച്ഛൻ സ്നേഹത്തോടെയും വിഷമത്തോടെയും ചോദിച്ചു. വേണ്ട അച്ഛാ, ഈ അഴുക്കുചാലിൽ എനിക്കിനിയൊരു നിമിഷം പോലും നിൽക്കാൻ വയ്യ. ഇവിടുത്തെ വായുവിന് പോലും ചതിയുടെ മണമാണ്. അത്രയും പറഞ്ഞ് അവൾ തൻ്റെ ബാഗുമായി പടിയിറങ്ങി. നിതിൻ ആകെ തകർന്നുപോയ മനസ്സുമായി ഉമ്മറത്തെ തൂണിൽ ചാരി നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടവൻ്റെ ഭാവമായിരുന്നു അവൻ്റെ മുഖത്ത്. ഏട്ടത്തിയമ്മയുടെ പ്രലോഭനത്തിൽ വീണുപോയതിന് അവൻ ശരിക്കും പശ്ചാത്തപിച്ചു. അവിടെ നിന്നിറങ്ങിയ സമൃദ്ധ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറായില്ല. കാറിലിരുന്ന് ആ വീട് അകന്നു പോകുന്നത് നോക്കുമ്പോൾ അവളുടെ ഉള്ളിൽ സമാധാനമായിരുന്നു. ചതിയുടെ കോട്ടകൾ തകർന്നു വീണപ്പോൾ സത്യം വിജയിച്ചതിൻ്റെ ആശ്വാസം പുതിയൊരു ജീവിതത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പായിരുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.